സംസ്ഥാനത്തുടനീളം കനത്ത നാശം വിതച്ചുകൊണ്ടാണ് കാലവർഷം മുന്നോട്ട് പോകുന്നത്. ഇടുക്കി, കോട്ടയം, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 3 ജില്ലകളിൽ കണ്ണൂർ, കോഴിക്കോട്, ഒപ്പം തന്നെ ഇടുക്കി ജില്ലകളിൽ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് ഉള്ളത്. കോഴിക്കോട് അടുത്ത 3 മണിക്കൂർ നേരത്തേക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിലെല്ലാം ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ അതിശക്തമായ മഴ മലയോരത്തും തീരദേശത്തും നദീതീരങ്ങളിലുമൊക്കെ അതീവ ജാഗ്രതയോടെ നമ്മൾ മുന്നോട്ട് പോകണമെന്നതാണ് അധികാരികൾ ആവർത്തിച്ചു നൽകുന്ന നിർദ്ദേശം. അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അപകടകരമായ ഇടങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക, അവനവന്റെ വീടിനും പരിസരത്തിനും സമീപത്ത് അപകടകരമായ നിലയിലുള്ള മരങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുകയോ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറി താമസിക്കുകയോ ചെയ്യുക. ഓടിട്ട വീടുകളാണെങ്കിൽ തീർച്ചയായും മരങ്ങൾ വീണാൽ കേടുപാടുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുക തന്നെ ചെയ്യുക. അതിനുള്ള നമ്പറുകൾ, അടിയന്തര സഹായം ആവശ്യപ്പെടേണ്ട ഇടങ്ങളിലേക്കുള്ള ആശയവിനിമയങ്ങൾ, ഇതെല്ലാം കൃത്യമായ സമയത്ത്, ആവശ്യമായ സമയത്ത് പൂർത്തീകരിക്കുക എന്നത് പ്രധാനമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംബന്ധിച്ചുള്ള ജാഗ്രത വേണം. ഇപ്പോഴും ഒരു അങ്കണവാടിക്ക് മുകളിലേക്ക് മരം വീണ വാർത്തകൾ നമ്മളെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അപകടകരമായ അവസ്ഥയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുക എന്നത് സംബന്ധിച്ച് അധികൃതർ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ തൽക്കാലത്തേക്ക് ക്ലാസ് ഒഴിവാക്കാനുള്ള സാഹചര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികളും കൈക്കൊള്ളേണ്ടതുണ്ട്. ആലപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ ഒരാളെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. പറവൂർ സ്വദേശിയായ KJ ജെയിംസ് ആണ് മരിച്ചത്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. രഘു, കഴിഞ്ഞ 24 മുതൽ ഇതുവരെയുള്ള സമയം നോക്കിയാൽ ഏകദേശം 23 പേർ ഇതുവരെ ഈ കാലവർഷക്കെടുതിയിൽ ജീവൻ നഷ്ടമായി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ മരണവും. ഇത് എപ്പോഴാണ് ഈ അദ്ദേഹത്തെ കണ്ടെത്തിയത്? മറ്റെവിടെയെങ്കിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ഈ വഞ്ചിയിൽ പോകേണ്ട സ്ഥിതിയായി ആലപ്പുഴയിലെ റോഡുകൾ, അല്ലേ? അതെ, ഇന്നലെ വൈകുന്നേരം വരെ ആളുകളൊക്കെ കാറിലും ബൈക്കിലുമൊക്കെ പൊക്കോണ്ടിരുന്ന റോഡിലൂടെയാണ് ഞാനിപ്പോൾ വള്ളത്തിൽ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു പുട്ടിന് മുകളിൽ വെള്ളമുണ്ട്. ഇവിടെ ഒരു തലവടി പഞ്ചായത്തിലെ പ്രദേശമാണ്. ഈ വഴിയിൽ ഒരു 10-20 വീടോളം ഉണ്ടായിരുന്നു. ആ വീട്ടിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. മുറ്റത്ത് മാത്രമല്ല, പുരയ്ക്കകത്തും വെള്ളം കയറിയിട്ടുണ്ട്. ആളുകളൊക്കെ ബന്ധുവീടുകളിലേക്കും മറ്റും പോയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആ ചേട്ടൻ നടന്നു വരുന്ന അത്രയും വെള്ളമുണ്ട്. മുട്ടിന് മുകളിൽ വെള്ളമുണ്ട്. ഇത് മാത്രമല്ല, ഈ അറിയാത്ത ആളുകളൊക്കെയാണ് ഒരു വഴി പോകുന്നതെങ്കിൽ അപ്പുറത്തേക്ക്, തൊട്ടപ്പുറത്ത്, ഇത് ഇപ്പോൾ ഇവിടെ നമുക്ക് വെള്ളത്തിനടിയിൽ കൂടെ തന്നെ കാണാം ഒരു ചെറിയ കൽക്കെട്ടുണ്ട്. അറിയാത്ത ആളുകളാണ് വരുന്നതെങ്കിൽ തെന്നി അങ്ങോട്ട് വീഴാനുള്ള സാധ്യതയൊക്കെ കൂടുതൽ. അങ്ങനെയാണ് കുട്ടനാട്ടിൽ കൂടുതൽ സ്ഥലങ്ങളിലും ഈ മഴക്കാലത്ത് അപകടങ്ങൾ ഉണ്ടാവുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്ന, അറിയാത്ത സ്ഥലത്തൊക്കെ എത്തുകയും ആളുകൾ കാൽ വഴുതി വെള്ളത്തിലേക്ക് വീഴുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഇതൊരു വീടാണ്. വീടിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് വള്ളത്തെ പോയി ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണുള്ളത്. ഇത് ഒരിടത്തെ കാഴ്ചയല്ല. കുട്ടനാട്ടിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലുമൊക്കെ ഇതാണ് അവസ്ഥ. നമുക്ക് ആ വീടിൻ്റെ തിണ്ണയ്ക്ക് കപ്പ പറിച്ചു വെച്ചേക്കുന്നത് കാണാം. കാരണം ഈ മുറ്റത്തൊക്കെ ഒരുപക്ഷെ നട്ടിരുന്നതായിരിക്കാം. വെള്ളം വരുന്നതിന് മുൻപ് ആ കപ്പയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി അവർ പറിച്ച് ആ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ വീടിനകത്തേക്കാണ് ഞാൻ വള്ളത്തെ ചെന്ന് ഇറങ്ങുന്നത്. ഇത് കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ഒരു പുതുമയുള്ള കാഴ്ചയല്ല. ആളുകളൊക്കെ ചേട്ടാ, വീടിനകത്തും വെള്ളമാണ്? വീടിനകത്ത് വെള്ളമാണ്, സർവത്ര വെള്ളമാണ്. എപ്പോൾ കയറി വെള്ളം? ഇതിപ്പോൾ 3 ദിവസമായി ഇതിനകത്ത് വെള്ളമായിട്ട് വീട്ടുകാരൊക്കെ എങ്ങോട്ട് മാറി? ഞങ്ങളെങ്ങോട്ടും മാറിയില്ല. ഞങ്ങൾ മാറാനായിട്ട് എല്ലാം ഒരുങ്ങുകയാണ്. എല്ലാം ഒന്ന് കിളത്തിയെല്ലാം, കട്ടിലും എല്ലാം കിളത്തി വെച്ചിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. വെള്ളം കയറുന്ന സ്ഥലമാണോ? എല്ലാ കൊല്ലവും വെള്ളം കയറും. ഒറ്റ വർഷമില്ല, എല്ലാ വർഷവും വെള്ളം കയറുന്നതാണ്. പമ്പ കരയോ അതോ അച്ചൻകോവിലോ? പമ്പയാണ്. ഇവിടെ പമ്പ കര കഴിഞ്ഞിട്ടാണ്. ഇതാണ് പൊതുവെ. ചേട്ടാ, വീട് വിടുവാണോ? ആ, വീട്ടിൽ നിന്ന് വരുന്നതാണ്. കുടുംബ വീടാണ്. ഞാൻ താമസിക്കുന്ന അക്കരെയാണ്. പക്ഷേ ഇവിടെ എല്ലാം ഫുള്ള് നിറഞ്ഞിരിക്കുക. അവിടെ മിക്കവാറും വീടുകളെല്ലാം കാലിയാക്കി ആൾക്കാർ ഉയർന്ന സ്ഥലത്തേക്ക് മാറിയിരിക്കുക. ക്യാമ്പിലേക്കൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്കൊക്കെ മാറി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറി. ഇനി അവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. 1-2 വീട്ടുകാരേ ഉള്ളൂ. ഒരു വർഷത്തിൽ ഇവിടെ എത്ര തവണ വെള്ളം പോകും സാധാരണ? മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും കയറും. എത്ര തവണ വീട്ടിൽ വെള്ളം കയറി ചേട്ടാ ഒരു വർഷം? ഇവിടെ ഏതെല്ലാം വർഷം ഏതെല്ലാം സമയത്ത് വെള്ളം പോയിട്ടുണ്ട്, ആ സമയത്തെല്ലാം കയറിയിട്ടുണ്ട്. ഏറ്റവും താഴ്ചയുള്ള ഏരിയയാണ് ഞങ്ങളുടെ ഈ ഏരിയ. ഒരു 5-6 മഴ അടുപ്പിച്ച് പിടിക്കുമ്പോൾ ഇവിടെ എല്ലാം വെള്ളമാണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതുപോലെ, ഇതാണ് കുട്ടനാടിൻ്റെ പൊതുവെ ഒരു അവസ്ഥ. അതായത് വർഷത്തിൽ പലതവണ വീട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന മനുഷ്യരാണ് കുട്ടനാട്ടുകാർ. എന്നോടൊപ്പം ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാറും ഉണ്ട്. അജിത്തേട്ടാ, എന്താ ഒരു അവസ്ഥ? കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് 100 കണക്കിന് വീടുകളാണ് ഇപ്പോൾ ഇതുപോലെ ഈ ദുരിതം അനുഭവിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കത്തേ ഉള്ളൂ.
ഇവരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. തലവടി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹൈസ്കൂൾ കൂടാതെ ചക്കളത്തുകാവ് ഓഡിറ്റോറിയം, വിവിധ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടി ഇന്ന് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തലവടി പഞ്ചായത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളായ എല്ലാ പ്രദേശത്തും കുന്നുമാടി, കുതിരച്ചാൽ, അതുപോലെ പൂന്തുരുത്തി, അതുപോലെ മണലേല്, പ്രിയദർശിനി, തലവടി പഞ്ചായത്ത് 11-ാം വാർഡ് വിവിധ പ്രദേശങ്ങൾ എല്ലാ പ്രദേശത്തും വെള്ളം കയറിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായുള്ള ഇന്നലെ കാലാവസ്ഥ തെളിഞ്ഞു നിന്നുകൊണ്ട് മഴ വെള്ളം പൊങ്ങുകയല്ലെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ല. വീണ്ടും വെള്ളം പൊങ്ങാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. നമ്മുടെ പൊഴി മുറിക്കാൻ വൈകിയത് കുറച്ച് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയോ? തീർച്ചയായിട്ടും ഈ പൊഴി മുറിക്കാൻ അവിടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രശ്നം, പൊഴി മുറിച്ചിരുന്നുവെങ്കിൽ ഈ വെള്ളം കുറെ കൂടി നേരത്തെ ഒഴുകിപ്പോയേനെ. പക്ഷേ പൊഴി മുറിക്കാൻ താമസിച്ചതും പൊഴിയുടെ വീതിക്കുറവും കാരണം വെള്ളം ഒഴുകിപ്പോകുന്ന വളരെ ചുരുക്കമായാണ് ഒഴുകിപ്പോകുന്നത്. നല്ല രീതിയിൽ വെള്ളം ഒഴുകിപ്പോകുന്നില്ല. നല്ല രീതിയിൽ വെള്ളം ഒഴുകിപ്പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം ഈ കിഴക്കൻ വെള്ളം ഇറങ്ങിപ്പോകാൻ സാധ്യത. കിഴക്കൻ വെള്ളം നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് കാണാം പമ്പ, മണിമല, അച്ചൻകോവിൽ ആറുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി വരിക. അതോടൊപ്പം തന്നെയാണ് വീണ്ടും ഈ മഴയും തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വീണ്ടും ജലനിരപ്പ് ഉയരുകയാണ്. അത് വീണ്ടും ആശങ്ക വർദ്ധിപ്പിക്കും. അതാണ് കുട്ടനാടിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ തലവടി പഞ്ചായത്തിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞതെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെന്നിത്തല സ്ഥലത്ത് ചെന്നാലും, പള്ളിപ്പാട് ചെന്നാലും, അല്ലെങ്കിൽ കുട്ടനാട്ടിൽ കൈനഗിരി ഉൾപ്പെടെയുള്ള പുളിങ്കുന്ന് അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെന്നാലും ഇതാണ് പൊതുവെയുള്ള അവസ്ഥ. ഇത് കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളപ്പൊക്കം അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഓരോ വെള്ളപ്പൊക്കവും ഓരോ വെള്ളവും ഇറങ്ങിപ്പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികവും സാമ്പത്തികവും ശാരീരികവുമായിട്ടൊക്കെയുള്ള നഷ്ടങ്ങൾ വളരെ വലുതാണ്. ഈ പ്രളയത്തിന് ശേഷം രഘു പറഞ്ഞ പോലെ ഓരോ തവണ ഇപ്പോൾ ഇത്തരം അനുഭവങ്ങൾ അവരെ സംബന്ധിച്ച് പതിവാണ്. ഒരു വർഷം തന്നെ പലതവണ വെള്ളം കയറും. പക്ഷെ ഓരോ തവണ വെള്ളം ഇറങ്ങിപ്പോഴുമ്പോൾ വീടുകളുടെ നഷ്ടം, സമ്പത്തിനുണ്ടാകുന്ന നഷ്ടം, അവർ അനുഭവിച്ച മാനസിക പ്രയാസം, ഇതൊക്കെ ഇങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത വിലപ്പെട്ടതെല്ലാം വാരിപ്പിടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഗതികേടാണ് ആ നാട്ടിലുള്ള മനുഷ്യർക്കുള്ളത് എന്നുള്ളതാണ്.